ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരെ നടക്കുന്ന നീക്കങ്ങൾ അത് വലിയ രീതിയിൽ ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. സഭയിലുള്ള ആളുകൾ രംഗത്തിറങ്ങുന്നു, മാധ്യമപ്രവർത്തകർ മുഴുവൻ BJPക്കെതിരെ ആഞ്ഞടിക്കുന്നു. അങ്ങനെ സംഭവ വികാസങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാവുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ്. ഈ സമയത്ത് ഏതെങ്കിലും തരത്തിൽ BJPക്ക് എതിരായി എന്തൊക്കെ ചെയ്യാൻ കഴിയും അതെല്ലാം കേരളത്തിൽ ഇരുന്നുകൊണ്ട് മാധ്യമങ്ങൾ, ഇടതുപക്ഷ മാധ്യമങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ കന്യാസ്ത്രീകളെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കാനോ ഏതെങ്കിലും തരത്തിൽ മാനസികമായി തകർക്കാനോ അവർ ചെയ്യാത്ത കുറ്റം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനോ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടണം. അത് ഏത് സർക്കാർ ഭരിച്ചാലും BJPക്ക് കൊമ്പൊന്നുമില്ല. പക്ഷേ ഇവിടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ എന്നതുള്ളതാണ് ചോദ്യം. ഈ കന്യാസ്ത്രീകൾ കൊണ്ടുവന്ന പെൺകുട്ടികൾ, ബജ്രംഗ് ദളിന് അവിടെ ഇടപെടാൻ എന്താണ് അവകാശം എന്ന് ചോദിക്കുന്നവരോട് ഈ പെൺകുട്ടികളെ കൊണ്ടുവന്നത് എന്തിനാണ്, ഈ പെൺകുട്ടികൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണ്, ഇനി അഥവാ ഈ പെൺകുട്ടികൾ മതം മാറണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മതം മാറ്റാനാണ് കൊണ്ടുവന്നിട്ടുണ്ട് ഉള്ളതെങ്കിൽ, ഈ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഭരിച്ചപ്പോൾ 1968 പ്രാബല്യത്തിൽ വന്ന ഒരു നിയമം, 2006 കോൺഗ്രസ് ഭരിച്ചപ്പോൾ അമെൻമെന്റ് ആയ ഒരു നിയമത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ കൃത്യമായി പാലിച്ചിട്ട് തന്നെയാണോ ഈ മതം മാറ്റത്തിന് അല്ലെങ്കിൽ ഈ പെൺകുട്ടികളെ നിങ്ങൾ കൊണ്ടുവന്നത് എന്നുള്ളതാണ് ചോദ്യം. ആ രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ ഈ കന്യാസ്ത്രീകൾ ഒരിക്കലും അവിടെ ചോദ്യം ചെയ്യപ്പെടില്ല, പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വരില്ല, അവർക്ക് മേൽ FIR ഇടില്ല, അവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടില്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ, ഈ ഛത്തീസ്ഗഡ് നിയമം പറയുന്ന ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിർബന്ധിത മതമാറ്റവുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡ് ഗവൺമെന്റ് പറയുന്ന നിയമങ്ങൾ ഇത് BJP കൊണ്ടുവന്ന നിയമമല്ല, കോൺഗ്രസ് കൊണ്ടുവന്ന നിയമമാണ്. ആ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഈ വന്ന കന്യാസ്ത്രീകൾ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് മതം മാറണമെങ്കിൽ 60 ദിവസത്തിന് മുൻപ് ഒരു ഫോം പൂരിപ്പിച്ച് പോലീസിന് നൽകണം. പോലീസ് ഈ ഫോം മജിസ്ട്രേറ്റിന് നൽകും. മജിസ്ട്രേറ്റ് വീണ്ടും ഈ ഫോം തിരിച്ച് പോലീസിനെ ഏൽപ്പിച്ചിട്ട് പറയും ഇതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കണം. അന്വേഷിച്ചതിന് ശേഷം ഇവരെ ആരെങ്കിലും നിർബന്ധിച്ചാണോ മതം മാറ്റിയത്, ഇവരുടെ ജീവിത സാഹചര്യം എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇവർ മതം മാറാൻ തയ്യാറാകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ച് അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിന് തന്നെ ഈ കൊടുത്ത റിപ്പോർട്ട് തിരിച്ചു നൽകും. അതിനുശേഷം പോലീസ് ഇത് കൃത്യമായി അന്വേഷിച്ച് ഇത് മജിസ്ട്രേറ്റിന് വീണ്ടും തിരിച്ചു നൽകും. ആ തിരിച്ചു നൽകി മജിസ്ട്രേറ്റ് ഒപ്പിട്ട ഫോം ആരാണോ മതം മാറിയത് അവരുടെ കയ്യിലേക്ക് പോലീസ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വിവാദങ്ങൾക്കോ ആരോപണങ്ങൾക്കോ വിമർശനങ്ങൾക്കോ പ്രസക്തിയില്ല. 60 ദിവസത്തെ കാലാവധിയാണ് അതിൽ പറയുന്നത്. അതായത് 60 ദിവസം കൊണ്ട് ഇതെല്ലാം അന്വേഷിച്ച് കൃത്യമായി മജിസ്ട്രേറ്റിന് ആ റിപ്പോർട്ട് സമർപ്പിക്കണം. ആ ഫോം, ഈ മജിസ്ട്രേറ്റ് ഒപ്പിട്ട ഫോം ഈ കന്യാസ്ത്രീകളിലോ ഈ വന്ന പെൺകുട്ടികളിലോ ഉണ്ട് എങ്കിൽ ഈ ആരോപണങ്ങൾക്കും ഇത്തരം നാടകീയതകൾക്കും ഒന്നും ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. അത്തരം ഒരു ഫോം ഇവിടെ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ നമുക്ക് വ്യക്തമാകുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ കാണിച്ചിട്ടില്ല എങ്കിൽ അതെന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം. അപ്പോൾ മതം മാറ്റാൻ ആരെയും സമീപിച്ചിട്ടില്ല, ശരിയായിരിക്കാം, ഒരുപക്ഷെ മതം മാറ്റാനായിരിക്കില്ല അവർ കൊണ്ടുവന്നത്, നിർബന്ധിത മതം മാറ്റമായിരിക്കില്ല, അതുകൊണ്ടായിരിക്കാം ആ ഫോം ഇവർ കൊടുക്കാത്തത് അല്ലെങ്കിൽ അത് അവരുടെ കയ്യിൽ ഇല്ലാത്തത് എന്ന് നമുക്ക് വിചാരിക്കാം. ഇനി ഈ കന്യാസ്ത്രീകളുടെ കൂടെയുള്ള പെൺകുട്ടികളുടെ അത്തരമൊരു അംഗീകാരം ഉണ്ടോ, ഈ മതം മാറ്റത്തിന് ഈ പെൺകുട്ടികളുടെ അംഗീകാരം ഉണ്ടോ? ഇല്ല എന്നാണ് ഇതുവരെയുള്ള സംഭവങ്ങൾ തെളിയിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒക്കെ പല ചാനലുകളും പുറത്തുവിട്ടിരുന്നു, അതൊക്കെ ഫേക്കാണ് എന്ന് പുറത്തു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ, അതായത് ഈ 60 ദിവസം ഫോം പൂരിപ്പിച്ച് പോലീസ് അന്വേഷിച്ച് മജിസ്ട്രേറ്റ് ഒപ്പിട്ട് ഈ പെൺകുട്ടികളുടെ അനുവാദത്തോടു കൂടിയാണ് ഈ മതം മാറ്റം നടന്നത് എങ്കിൽ ഇവിടെ ആ ഫോം കയ്യിലുണ്ടെങ്കിൽ ഇവിടെ ഇത്തരമൊരു സംഭവങ്ങൾക്കോ ഇവരെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെക്കാനോ ഇതിനൊന്നിനും ഒരു പ്രശ്നവുമില്ല. ഇവർക്ക് ധൈര്യമായി ഇറങ്ങിപ്പോകാം, മാധ്യമങ്ങളുടെ മുന്നിൽ ഇവർക്ക് ഈ ഫോം കാണിക്കാം, അങ്ങനെ ആ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത്. ഇനി ഈ മതം മാറുന്ന കാലയളവിൽ ഏതെങ്കിലും ബന്ധുക്കളോ മക്കളോ ദത്തെടുത്ത മക്കളോ ഈ മതം മാറ്റത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചാൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കും. കുറ്റം തെളിഞ്ഞാൽ 2 കൊല്ലം മുതൽ 10 കൊല്ലം വരെ തടവ് ലഭിക്കും, 5 ലക്ഷം പിഴയുമാണ്.
ഇത് കോൺഗ്രസ് കൊണ്ടുവന്ന നിയമത്തിൽ, കോൺഗ്രസ് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന നിയമത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. BJP കൊണ്ടുവന്ന നിയമത്തിലല്ല, കോൺഗ്രസ് കൊണ്ടുവന്ന നിയമത്തിലാണ്. ഈ കുടുംബത്തിലെ ആരെങ്കിലും പരാതിപ്പെട്ടാൽ, എതിർപ്പ് പ്രകടിപ്പിച്ചാൽ അത് ശിക്ഷയാണ്, അത് കുറ്റമാണ്. ആ കുറ്റമനുസരിച്ച് 10 വർഷം വരെ തടവും 5 ലക്ഷം രൂപ പിഴയും ഈടാക്കാം എന്നാണ് പറയുന്നത്. ഇനി ഒന്നാമതായി ബസ്തർ, സബ്ജുഗ പോലുള്ള ഗോത്ര ഹിന്ദുക്കൾ അധികമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ക്രൈസ്തവ മിഷണറിമാർക്കെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും അവരുടെ സ്ഥലങ്ങളിലേക്ക് എത്തുക, അവരുടെ ആചാരങ്ങൾ, അതായത് ഹിന്ദുക്കളുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളെയൊക്കെ കളിയാക്കുക എന്നതാണ് ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ രീതി. അങ്ങനെ അത്തരം കടന്നുകയറ്റങ്ങൾക്കെതിരെയും മിഷണറിമാരുടെ സ്വാധീനം വഴി മതം മാറിയവരുടെ സംവരണ അവകാശങ്ങളും മറ്റും റദ്ദ് ചെയ്ത് ലിസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് കാലങ്ങളായി ഈ പ്രദേശത്ത് പ്രതിഷേധമുയരുന്നുണ്ട്. അതായത് ഈ 2 ഗോത്ര വിഭാഗങ്ങൾ, ബസ്തർ, സബ്ജുഗ, ഈ 2 ഗോത്ര വിഭാഗങ്ങൾ, അവിടെ ഹിന്ദുക്കളാണ് കൂടുതൽ. അവർക്കിടയിലേക്ക് ഈ ക്രിസ്ത്യൻ മിഷണറിമാർ കയറി ചെന്നുകൊണ്ട് അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെ കളിയാക്കുക, മാത്രമല്ല സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഹിന്ദുക്കളെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അവരെ ക്രിസ്ത്യൻ മതത്തിലേക്ക് പണം ഒഴുക്കിക്കൊണ്ട് അവരെ ക്രിസ്ത്യൻ മതത്തിലേക്ക് കൊണ്ടുവരിക, സ്വാധീനിച്ചുകൊണ്ട് അവരെ ക്രിസ്ത്യൻ മതത്തിലേക്ക് കൊണ്ടുവരിക, ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരെ മതമാറ്റത്തിന് കൊണ്ടുവരിക. ഇത്തരം നടപടികൾ അവിടെ കാലാകാലങ്ങളായി നടക്കുന്നുണ്ട്. ഇതിനെതിരെ ഹിന്ദുക്കൾ തന്നെ അവിടെ പ്രതിഷേധവുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു നിയമം കൊണ്ടുവരാനാണ് ഛത്തീസ്ഗഡ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഈ മതപരിവർത്തന മാഫിയക്കെതിരെ അവിടെയുള്ള മുഴുവൻ ജനങ്ങളും ബോധവാന്മാരുമാണ്. ബജറംഗ ദളാണ് ഇവരെ പിടിച്ചത്, തടഞ്ഞത് എന്നൊക്കെ വാർത്തയിൽ പറയുമെങ്കിലും പൊതുവെ നടക്കുന്നത് അവിടെ ഹിന്ദുക്കളാണ് ഇത്തരം മതപരിവർത്തനത്തിനെതിരെ രംഗത്തിറക്കുന്നത്. കാരണം അവരുടെ മതത്തിലേക്ക് വന്ന് കയറിക്കൊണ്ട് അവരെ വലിയ രീതിയിൽ പണമൊഴുക്കി ഭീഷണിപ്പെടുത്തി ഒക്കെ കൊണ്ട് അവരെ ക്രിസ്ത്യൻ മതത്തിലേക്ക് സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിലേക്ക് നിർബന്ധപൂർവ്വം കൊണ്ടുവരുന്നു എന്നുള്ളത് അവിടെ തന്നെ ഹിന്ദുക്കൾ പ്രതിഷേധം ഉയർത്തുന്ന ഒരു സംഭവമാണ്. അവിടെ ബജറംഗ ദൾ ഇടപെട്ടു എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. മതപരിവർത്തനം ചെയ്യാൻ ഉദ്ദേശിച്ച് വരുന്നവരെ ഗോത്ര ഹിന്ദുക്കൾ തന്നെ തടയാറാണ് പതിവ്. അവിടെ നിന്നും അവർക്ക് ബലം കിട്ടാനും മറ്റേതെങ്കിലും നേതാവിനെ കൂടെ വിളിക്കും. അത് ബജറംഗ ദൾ ആകാം, വിശ്വ ഹിന്ദു പരിഷത്താകാം, പോലീസുമായി വിഷയം കൈകാര്യം ചെയ്യുന്നവരായിരിക്കും. ഒടുവിൽ വാർത്ത വരുമ്പോൾ അത് ഹിന്ദു സംഘടനകളുടെ തലയിലാകും. അതായത് ഈ ഹിന്ദുക്കൾക്ക് ഈ മിഷണറിമാരുടെ കടന്നുകയറ്റം, ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ കടന്നുകയറ്റം അവർക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം അവരെ കൊണ്ടത് നിലക്കി നിർത്താൻ കഴിയാത്ത ഇത് വരുമ്പോഴാണ് അവർ ഈ ഹിന്ദു സംഘടനകളെ ആശ്രയിക്കുന്നത്. അത് ബജറംഗ ദളോ മറ്റേതെങ്കിലും ഹിന്ദു സംഘടനകളോ ആയിരിക്കാം. അവരെ പോലീസുമായി സംസാരിക്കാൻ പറ്റുന്ന ആളുകളുമായി ബന്ധപ്പെടുകയും പിന്നീട് ഇത്തരത്തിൽ പോലീസ് പലതവണ അവിടെ എത്തി ഇക്കാര്യങ്ങളിൽ ഇടപെടാറും ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഈ മതം മാറ്റ മാഫിയക്കെതിരെ ഒരു നിയമം കൊണ്ടുവരണം എന്നുള്ള കടുത്ത നിലപാട് സ്വീകരിച്ചാണ് ഛത്തീസ്ഗഡ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഛത്തീസ്ഗഡ് സർക്കാർ ചെയ്തത് 100-ൽ 110% ശരിയാണ് എന്നുള്ള തരത്തിലാണ് ഒരു പ്രേം ശൈലേഷ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ ക്രൈസ്തവരുടെ വോട്ട് കണ്ട് രാഷ്ട്ര താല്പര്യങ്ങൾ ബലി കൊടുക്കരുത്, സഭകളോ അരമനകളോ വിചാരിച്ചാൽ വോട്ട് വരില്ല, അത് സുരേഷ് ഗോപിയുടെ ജയത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ക്രിസ്ത്യാനികൾക്ക് അവരുടെ നിലനിൽപ്പ് ഭീഷണിയിലാണെന്ന് തോന്നിയാൽ അവർ ദേശീയപക്ഷത്തേക്ക് വന്നോളും. അതിനുവേണ്ടി ഹിന്ദുക്കളെ ബലി കൊടുക്കുന്ന സമീപനം നല്ലതല്ല, അത് ചെയ്തില്ല എന്നതിൽ ഛത്തീസ്ഗഡ് സർക്കാരിന് 100-ൽ 100 മാർക്ക്. ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ പ്രശ്നം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലൊന്നും അല്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അവിടെ നടക്കുന്നത് നിർബന്ധിത മതമാറ്റ മാഫിയ തന്നെയാണ് അവിടെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഹിന്ദുക്കൾ തന്നെ പ്രതിഷേധിച്ച് രംഗത്തിറങ്ങുന്ന സംഭവ വികാസങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഛത്തീസ്ഗഡ് സർക്കാർ എടുക്കുന്ന നിലപാട് ഇനി ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും എല്ലാത്തിൻ്റെ വ്യക്തത വരിക തന്നെ ചെയ്യും.